ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ശോഭായാത്രയും CPMന്റെ ആഭിമുഖ്യത്തിൽ നമ്മളൊന്ന് സാംസ്കാരിക ഘോഷയാത്രയും സംഘടിപ്പിച്ചു. കനത്ത പോലീസ് കാവലിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എവിടെയും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. CPMന്റെയും സംഘപരിവാറിന്റെയും ആൾബലവും സംഘടനാശേഷിയും പ്രകടമാക്കുന്നതായിരുന്നു ഘോഷയാത്രയും ശോഭയാത്രയും. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിൽ 300ഓളം കേന്ദ്രങ്ങളിൽ ശോഭയാത്ര നടന്നു. പൗരാണിക വിശ്വാസ സങ്കല്പങ്ങളും കൃഷ്ണഭക്തിയും നിറഞ്ഞ പ്ലോട്ടുകൾ ശോഭയാത്രയ്ക്ക് മിഴിവേകി. പാനൂർ, കൂത്തുപറമ്പ്, തലശ്ശേരി, ചെറുവാഞ്ചേരി, അഞ്ചരക്കണ്ടി, പയ്യന്നൂർ, ചിറക്കൽ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ വൻ ജനപ്രാതിനിധ്യമാണ് ശോഭയാത്രയ്ക്കുണ്ടായത്. സ്ത്രീകളും കുട്ടികളും അണിനിരന്ന ശോഭയാത്ര കാണാൻ നൂറുകണക്കിന് ആളുകളാണ് തെരുവോരങ്ങളിൽ എത്തിയത്. നമുക്ക് ജാതിയില്ല എന്ന പ്രഖ്യാപനത്തിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് CPM സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിച്ചത്. തലശ്ശേരി, കൂത്തുപറമ്പ്, ബക്കളം, തളിപ്പറമ്പ്, പയ്യന്നൂർ തുടങ്ങി 206 കേന്ദ്രങ്ങളിൽ CPM നമ്മളൊന്ന് എന്ന പേരിലുള്ള ഘോഷയാത്രകൾ നടത്തി. വർഗീയ വിരുദ്ധ പ്രചാരണത്തിൽ ഊന്നുന്നതായിരുന്നു CPMന്റെ പ്ലോട്ടുകൾ. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ തുടങ്ങി APJ അബ്ദുൽ കലാം, ONV വരെയുള്ള സാംസ്കാരിക സാമൂഹിക നായകരുടെ ദൃശ്യങ്ങളോടെയാണ് ഘോഷയാത്ര. പരിപാടിയിൽ ഒരിടത്തും CPMന്റെ പാർട്ടി ചിഹ്നങ്ങളോ പതാകകളോ ഉപയോഗിച്ചില്ല. എന്നാൽ ബക്കളത്ത് ശ്രീകൃഷ്ണനെയും ബലരാമനെയും അനുസ്മരിപ്പിക്കുന്ന തിടമ്പ് നൃത്തം അരങ്ങേറി. കനത്ത പോലീസ് കാവലിലായിരുന്നു ഘോഷയാത്രയും ശോഭയാത്രയും. സംഘർഷങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ, വടകര. മാർക്സിൽ നിന്ന് മഹർഷിയിലേക്കുള്ള മാനസാന്തരമാണ് CPMന് സംഭവിച്ചിരിക്കുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാനുള്ള CPMന്റെ തീരുമാനത്തിൽ സന്തോഷമുണ്ട്. സഖാക്കളെല്ലാവരും ഇതിൽ പങ്കെടുക്കണമെന്നും കുമ്മനം ഡൽഹിയിൽ പറഞ്ഞു. ഇത് വളരെ സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിയും രാമായണ മാസാചരണവും ഒക്കെ മുൻകൈയെടുത്ത് നടത്തുന്നു എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. ഈ മാനസാന്തരം വാസ്തവത്തിൽ മാർക്സിൽ നിന്നും മഹർഷിയിലേക്കുള്ളൊരു പരിവർത്തനമാണ്. ഭാരതീയ സംസ്കാരത്തിൻ്റെ അന്തസ്സത്ത ഉൾക്കൊള്ളാൻ ഒരു രാഷ്ട്രീയ പാർട്ടി തയ്യാറാകുന്നുവെങ്കിൽ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കൃഷ്ണയുദ്ധം കേരളത്തിന് വേണോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM നേതാവ് MV ജയരാജൻ, ഹിന്ദു ഐക്യവേദി ജനറൽ സെക്രട്ടറി RV ബാബു, രാഷ്ട്രീയ നിരീക്ഷകൻ CR നീലകണ്ഠൻ, നിരൂപകൻ NE സുധീർ എന്നിവർ. രാഷ്ട്രീയ വിമർശകനും സാമൂഹ്യ ചിന്തകനുമായ ഡോക്ടർ ആസാദിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു.